ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല നാടൻ മാങ്ങ പുളിശ്ശേരിയാണ്. ഇത് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. ഇതുപോലെ നന്നായി കഴുകി പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഇത് നന്നായി തൊലി കളയുക. എല്ലാത്തിൻ്റെയും തൊലി കളയുക ഓരോന്നായി എടുത്തിട്ട്. ഇതുപോലെ എല്ലാ മാങ്ങയും തൊലി കളഞ്ഞെടുക്കുക. എന്നിട്ട് അത് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് എരിവ് വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഇടാം. വെള്ളം 1 ടീസ്പൂൺ ഉപ്പ്, വെള്ളം ഒഴിച്ച് നന്നായി അടച്ച് വെച്ച് വേവിക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിടുക. ഇത് നന്നായി വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരവി എടുക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, ഉലുവ എന്നിവയിട്ട് നന്നായി അരച്ചെടുക്കുക. നമ്മുടെ മാങ്ങ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല പുളിയുള്ള തൈരും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമുക്ക് ഉപ്പില്ലെങ്കിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ചെറിയ രീതിയിൽ തിളച്ച് വന്നാൽ മതി കേട്ടോ. നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചൂടാവുമ്പോൾ ആവശ്യത്തിന് കടുക്, ഉലുവ, 2 തണ്ട് കറിവേപ്പില എന്നിട്ട് ഇവ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി നോക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനത്തെ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് മാങ്ങ കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലുള്ള വീഡിയോ ആയി ഇനിയും നമുക്ക് കാണാം.